ആനപ്രേമി ചെറിയ രണ്ട് കുട്ടികളോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ ഒരു ആനയോട്ട്? ഫസ്റ്റ് ടൈമാണ് 3 ആന ഇവിടെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ആനയ്ക്ക് ചോറ് കൊടുത്ത്. ഈ വന്ന 3 ആനയില് ഏതാനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അനുലക്ഷ്മി. എങ്ങനെയുണ്ട് അനുലക്ഷ്മി? രസം. മോക്ക് എങ്ങനെയുണ്ട്? ഇവിടെ മണ്ണോട്ടോണത്ത് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ആനയായിട്ട് നടക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഗണപതി എന്ന് പറഞ്ഞ ഒരു ആനയ്ക്കാണ് കൊടുത്തത്. ആനയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട? അപ്പൊ ഇനി അടുത്ത തവണ ഇപ്പൊ കൊണ്ടുവന്ന 3 ആനയാണ്, ഇനി അടുത്ത് കൊണ്ടുവരാൻ പോണേ ഇവിടെ 10 ആനയെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കും, നല്ല രസമായിരിക്കും. ഊരുട്ടുള്ള ക്ഷേത്രം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു ആന പരിപാടിയാണ് ആനയൂട്ട്. പക്ഷേ ഇത് ഇത്രയും നല്ല വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. നല്ല ഇതായിരുന്നു, പുരോഗമനമായിരുന്നു. ഇത് ഇനി എല്ലാ വർഷവും ഞാൻ നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ആഗ്രഹം. ഇതിപ്പോ ഒരു കാര്യം എടുത്ത് പറഞ്ഞാൽ ഇതിപ്പോ ആദ്യ തവണ ഈ ഒരു ആനയുണ്ട്. അപ്പൊ ഇനി ഇത് കണ്ടിട്ടായിരിക്കും ഇനി അടുത്ത തവണ ഇതിനേക്കാളും ഒത്തിരി ആള് വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഇനി ബാക്കിയുള്ള ഇതിനെ പറ്റി പറയും? വളരെ വലിയ സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ആനയായിട്ട് നടക്കുമെന്നുള്ള കാര്യം. അതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചും അതിൻ്റെ അടുത്ത് നിൽക്കാനും അതിനെ തൊടാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആനപ്പുറത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പേടിയുണ്ടെങ്കിലും ആഗ്രഹമുണ്ട്. ഇനി എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ വരട്ടെ എന്ന്. നമ്മുടെ ഊട്ടുവിള അമ്മയുടെ തിരുസന്നിധിയിൽ ഇങ്ങനെ ഒരു ആനയൂട്ട് നടന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ആനയൂട്ട് കാണുന്നത്. അത് കാണാൻ സാധിച്ചതിൽ, ഊട്ടുവിള അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് കാണാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഒരുപാട് സന്തോഷപ്പെടുന്നു. ഒരുപാട് സന്തോഷം. എല്ലാ വർഷവും ഇതുപോലെ ആനയൂട്ട് ഉണ്ടാകട്ടെ, വളരെ ഗംഭീരമായിട്ടുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ അമ്മയുടെ ഇതിൽ വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു. വളരെ സന്തോഷം.